ഞാൻ പാടും ഹല്ലേലൂയ. എൻ വൈരികൾ തൻ മുൻപിലും ഞാൻ പാടും ഹല്ലേലൂയ. അവിശ്വാസം മാഞ്ഞിടും. ഞാൻ പാടും ഹല്ലേലൂയ. ഈ ഗാനമെൻ സർവായുധം. ഞാൻ പാടും ഹല്ലേലൂയ. സ്വർഗമെന്റെ കൂടെയും. പാടിടും ഞാൻ അലകൾ മധ്യേ ആർപ്പോടെ ഞാൻ നിൻ മഹിമയെ. എല്ലാം സാധ്യം നിൻ നാമത്താലേ. മൃത്യുവോ മാറി ദൈവം ജീവിക്കുന്നേ. ഞാൻ പാടും ഹല്ലേലൂയ. നൽകുന്നു എൻ സർവവും. ഞാൻ പാടും ഹല്ലേലൂയ. സർവാന്ധകാരം മാഞ്ഞിടും. ഞാൻ പാടും ഹല്ലേലൂയ. കൃപയിൽ ഞാൻ മറഞ്ഞിടും. ഞാൻ പാടും ഹല്ലേലൂയ. ഭയമേതും ഇല്ലെനിക്കിനി. പാടിടും ഞാൻ അലകൾ മധ്യേ ആർപ്പോടെ ഞാൻ നിൻ മഹിമയെ. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ മതബോധന വർഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ തെക്കനാണിശ്ശേരി ഇടവക സമൂഹം ഏറെ സന്തോഷിക്കുകയാണ്. ക്രിസ്തു ദർശനം കരുണാർദ്ര ജീവിതത്തിലൂടെ എന്ന ആപ്തവാക്യം ഏറ്റെടുക്കുമ്പോൾ ഈ ഇടവകയിൽ 82 കുടുംബങ്ങൾക്ക് മതബോധന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കാരുണ്യനിധിയുടെ സഹായത്തോടുകൂടെ ചികിത്സാ സഹായവും പെൻഷനും നൽകി അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം സമയം ചെലവിടുകയും ചെയ്യുന്നൊരു പദ്ധതി കൂടെ ആവിഷ്കരിക്കുകയാണ്. ഇടവകയിലെ 250ഓളം മക്കൾ വിശുദ്ധരായും അതുപോലെ തന്നെ മാലാഖമാരായും വിശുദ്ധാത്മാക്കളുടെ പുണ്യജീവിതം പകർത്താൻ മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമാവും വിധം ഈ ദിവസത്തെ ഏറെ അനുഗ്രഹദായകമാക്കി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനാശംസകൾ. അഭിനന്ദ മാർപ്പോളി കണ്ണുകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപത ടീം അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹവും സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, 2026-27 ഇരിഞ്ഞാലക്കുട വിശ്വാസ പരിശീലനത്തിൻ്റെ വിദ്യാരംഭം ഇന്നിവിടെ വളരെ മനോഹരമായിട്ട് തെക്കൻതാണിശ്ശേരി സെൻറ്റ് സേവ്യേഴ്സ് ദേവാലയത്തിൽ സമാപിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. ദൈവാനുഗ്രഹത്താൽ ഒരുപാട് വിശുദ്ധരുടെ വേഷം അണിഞ്ഞ കുട്ടികളും മാലാഖമാർ, സ്ലീഹന്മാർ തുടങ്ങി ഒത്തിരി സ്വർഗീയ നിര തന്നെ ഇവരെ എതിരേൽക്കുന്നതിനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് അണിയിച്ചൊരുക്കാനായിട്ട് സാധിച്ചു. പ്രകൃതിയും ഞങ്ങളുടെ കൂടെ സഹകരിച്ചു. എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. 1 മാസത്തിനടുത്തുള്ള കഷ്ടപ്പാടാണ് ഇത്രയും മനോഹരമാക്കി തീർത്തത്. അപ്പോൾ ഇതിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ഒരു ദിവസം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഒരു ശരീരമായി തീരുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കാരിസോ യൂണിറ്റും. ഇന്നത്തെ ഈ പരിപാടി ഇത്ര മനോഹരമാക്കാൻ ഞങ്ങളുടെ ശിരസായ സഭയുടെ ശിരസായ ക്രിസ്തുവിനെ പോലെ ഞങ്ങളുടെ കാരിസോ യൂണിറ്റിൻ്റെ ശിരസായ വികാരിച്ചൻ നെവിനച്ചൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ അവയവങ്ങൾക്കും ഓരോ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നത് പോലെ ഓരോ കാറ്റിസ് അധ്യാപകർക്കും അച്ഛൻ കൃത്യമായി ഒരേ അതാത് ഡ്യൂട്ടീസ് ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അവരവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ മനോഹരമായി എല്ലാവരും ഒന്ന് ചേർന്ന് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെ അവതരിപ്പിക്കാൻ സാധിച്ചത്. ഇന്നത്തെ ദിവസം മനോഹരമാക്കി തീർക്കാൻ സഹായിച്ച വികാരിസിനും മറ്റധ്യാപകർക്കും സഹപ്രവർത്തകർക്കും
അതിനേക്കാൾ ഉപരി നല്ല കാലാവസ്ഥ നൽകി. ഇന്നത് കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു രാവിലെ. അതെല്ലാം മറച്ചുകൊണ്ട് പ്രത്യേകമായി കർത്താവിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് നല്ല കാലാവസ്ഥ തെളിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചത്. ദൈവത്തിനും പ്രത്യേകമായി നന്ദി പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. ഈ പെന്തക്കോസ്ത ദിനത്തിൽ തന്നെ രൂപതല ഉദ്ഘാടനം നമ്മുടെ ഇടവകയിൽ നടത്താൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് ലൗലി ടീച്ചർ സംസാരിക്കും. ഞങ്ങൾ ഒരു മാസത്തോളമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടു കൂടി നിന്നിട്ട് വികാരിയച്ഛൻ്റെ ഓരോ നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് കുട്ടികളെ ഒരുക്കി. ആദ്യമൊക്കെ കുട്ടികൾക്കൊരു മടിയായിരുന്നെങ്കിലും പിന്നീട് അവരും വളരെ ഇൻട്രസ്റ്റായി. ഇന്നലെ ഞങ്ങൾ നടന്ന റിഹേഴ്സൽ നടത്തി നല്ല പാരൻസ് വന്ന് ഭംഗിയായിട്ട് ആ പരിപാടി അവരും നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പ്രകൃതിയും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അവസരങ്ങൾ ഒരുക്കി. എല്ലാത്തിനും രൂപതയ്ക്കും എല്ലാവർക്കും നന്ദി, ഒത്തിരി ഒത്തിരി നന്ദി. ഇത് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തെക്കൻ താണശ്ശേരിക്ക് തന്ന ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.